കാത്തുവെച്ച കാവ്യനീതി നടപ്പിലാകുമ്പോൾ പട നയിക്കാൻ സതീശനും പടക്കളത്തിൽ അണിനിരക്കാൻ 1 ലക്ഷം പടയാളികളുമുണ്ട്. വനവാസമല്ല പട്ടാഭിഷേകം നടക്കുന്ന ദിവസത്തെ നാടിന്റെ ഉത്സവമാക്കാനുള്ള തിരക്കിലാണ് കോൺഗ്രസ് അണികൾ. ജനനായകൻ സത്യപ്രതിജ്ഞ ചൊല്ലുമ്പോൾ അവിടെ സാക്ഷിയാകാൻ കോൺഗ്രസിന്റെ ദേശീയ അമരക്കാരും എത്തുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും മുതൽ കർണാടകയിലും തെലങ്കാനയിലും മുഖ്യമന്ത്രിമാർ വരെ ഈ ചരിത്ര നിമിഷത്തിന് മാറ്റുകൂട്ടാൻ തലസ്ഥാനത്തേക്ക് എത്തുകയാണ്. തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ 1 ലക്ഷം പേരെ അണിനിരത്തി സത്യപ്രതിജ്ഞയ്ക്കാണ് കോൺഗ്രസ് ഒരുക്കം നടത്തുന്നത്. മന്ത്രിമാർ ഒന്നാകെ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വ്യാഴാഴ്ചയാണ് ആദ്യ നിയമസഭാ സമ്മേളനം. അന്ന് MLA-മാരുടെ സത്യപ്രതിജ്ഞ നടക്കും. 10 ദിവസം നീണ്ട അനിശ്ചിതങ്ങൾക്കും നാടകീയ നീക്കങ്ങൾക്കും ഒടുവിലാണ് VD സതീശനെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചത്. ഏറെ വൈകിയ പ്രഖ്യാപനത്തിൽ നിർണായകമായി മാറിയത് ജനവികാരവും ഘടകകക്ഷിയുടെ നിലപാടുകളുമാണ്. പല ട്വിസ്റ്റുകൾക്കും ഒടുവിലാണ് VD സതീശൻ എന്ന മുഖ്യമന്ത്രി ഉണ്ടായത്. ഇന്നലെ രാവിലെ 8:50 KC വേണുഗോപാലിനെ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് വിളിപ്പിച്ചതോടെയാണ് പ്രഖ്യാപനത്തിലുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടന്നത്. VD സതീശനെ മുഖ്യമന്ത്രിയായി നിശ്ചയിച്ച കാര്യം 3 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്കാണ് KC വേണുഗോപാലിനെ അറിയിച്ചത്. അനുനയിപ്പിച്ച് ഒപ്പം നിർത്താനുള്ള നീക്കത്തിൽ പ്രിയങ്ക ഗാന്ധിയും പങ്കുചേർന്നു. KC വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി അനുനയിപ്പിച്ചതിന് പിന്നാലെ രമേശ് ചെന്നിത്തലയെ വിളിച്ചു. തീരുമാനം വിശദീകരിച്ചപ്പോൾ ചെന്നിത്തല കടുത്ത അതൃപ്തി അറിയിച്ചു. ഇതിനിടയിൽ നിരീക്ഷകരായ മുകുൾ വാസ്കനിക്കും അജയ് മാക്കൻ, മധ്യവിഭാഗം മേധാവി ജയറാം രമേശ്, AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവർ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിലെത്തി. ദില്ലിയിൽ തന്നെ പ്രഖ്യാപനം നടത്താൻ AICC നിശ്ചയിക്കുകയായിരുന്നു. തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് KC വേണുഗോപാൽ പരസ്യമായിട്ട് പറഞ്ഞതോടെയാണ് ഹൈക്കമാൻഡിന് മുന്നിൽ തടസ്സങ്ങൾ നീങ്ങിയത്. VD സതീശൻ ക്യാബിനറ്റിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 11 മന്ത്രിമാർ ആയിരിക്കുമെന്നാണ് സൂചന. സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും കോൺഗ്രസിൽ നിന്നായിരിക്കും. പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാർ അനുവദിക്കും. ഏകാംഗമുള്ള കക്ഷികൾക്ക് ഫുൾ ടൈം നൽകുവാനും ധാരണയായിട്ടുണ്ട്. ആരൊക്കെയാകും മന്ത്രിമാർ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. രമേശ് ചെന്നിത്തലയെ മന്ത്രിയാക്കാൻ VD സതീശൻ തന്നെ ക്ഷണിക്കും. ചെന്നിത്തല നിലപാടിൽ അയവ് വരുത്തി എന്നാണ് സൂചന. ഇതോടെ കോൺഗ്രസിലെ മുൻനിര നേതാക്കൾ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. VT ബൽറാം, IC ബാലകൃഷ്ണൻ, ചാണ്ടി ഉമ്മൻ തുടങ്ങിയ MLA-മാരെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. അതേസമയം UDF മുൻപ് സ്വീകരിച്ചതുപോലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ബഹിഷ്കരിക്കുന്ന നിലപാട് LDF സ്വീകരിക്കില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സഭയിൽ ക്രിയാത്മക പ്രതിപക്ഷമായി ഇടതുമുന്നണി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ പരാജയം സംസ്ഥാന നേതൃത്വം പ്രാഥമിക ചർച്ച ചെയ്തുവെന്നും എന്നാൽ ഈ ചർച്ചകൾ അവിടെ അവസാനിക്കുന്നില്ല എന്നും പരാജയത്തിന് നിരവധി കാരണങ്ങളുണ്ടെന്നും കൂടി അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടി ഘടകങ്ങളിൽ താഴെത്തട്ട് മുതൽ വിശദമായ പരിശോധന ചർച്ചയും നടത്തി പോരായ്മകൾ പരിഹരിക്കും എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമരക്കാരനായി ഇനി VD സതീശനെത്തുമ്പോൾ കേരളം എങ്ങനെ വ്യതിചലിക്കുന്നു എന്ന് നമുക്ക് ഇനി കാത്തിരുന്നു കാണാം.